കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നു ഗൈസ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൊളീസൊക്കെ കൂടി ഇന്നലെ ഒരു പ്ലാൻ ഇട്ട് നമുക്കൊന്ന് പുറത്ത് പോകാം, നമുക്കൊന്ന് ഫ്രഷ് ആകാമെന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു. എൻ്റെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞിട്ടായിരിക്കാം എനിക്കും അത് ആവശ്യമായിരുന്നു. അങ്ങനെ ഞങ്ങളൊന്ന് പുറത്ത് പോയി. ഞങ്ങൾ നിലമ്പൂർ പാട്ടിൻ്റെ സൈറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണ് നിലമ്പൂർ പാട്ട് എന്ന് പറയുന്നത്. ഉത്സവമായിട്ട് തന്നെ എന്നെ വിശേഷിപ്പിക്കണം. അത്രയ്ക്കും വലിയ മഹാസംഭവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് മഹാന്മാർ വന്ന് പോകുന്ന സ്റ്റേജ് പ്രോഗ്രാംസുകളാണ് നിലമ്പൂർ പാട്ടിൻ്റെ ആ ഒരു വേദി എന്ന് പറയുന്നത്. അന്ന് ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ പുറകിലൊരു സ്റ്റോറിയുണ്ട്. അപ്പോൾ എനിവേ ഞങ്ങൾ ഇന്നലെ ഈ സൈറ്റിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് ഫുഡ് എക്സിബിഷനും അതുപോലെ കാർണിവൽസ്, റൈഡ്സ്, ഭയങ്കര രസമാണ്. ഭയങ്കര തിരക്കുമായിരുന്നു. എല്ലാ റൈഡ്സിലൊന്നും നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. 1-2 റൈഡ്സിലൊക്കെ കയറി. പിന്നെ ആക്ച്വലി പേടിച്ചിരിക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന സ്റ്റാഫിൻ്റെ കൂടെ നമ്മൾ ജോലി ചെയ്യാൻ തന്നെ ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. ഞാനിപ്പോൾ നിലമ്പൂർ വന്നിട്ട് 3 വർഷമായി. എൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വളരെ ചേർത്ത് പിടിക്കുന്ന, എന്നോട് ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാണ്. അപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ ഇന്നലത്തെ ഈ ഒരു മീറ്റ് തന്നെ കണ്ടാൽ അറിയാം. എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ച് എന്നെ പുറത്ത് കൊണ്ട് എന്നെ ഹാപ്പിയാക്കുന്ന എൻ്റെ പിള്ളേർ.